ഗൂഗിൾ ഷീറ്റ്സിൽ ഒരു വർക്ക്ഷീറ്റിൽ നിന്ന് മറ്റൊരു വർക്ക്ഷീറ്റിലേക്ക് VLOOKUP ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്ന വർക്ക്ബുക്കിലെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന ഈ ഒരു വർക്ക്ഷീറ്റ് നോക്കാം. ഒരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വർക്ക്ഷീറ്റിലുള്ളത്. 74 ആളുകളുടെ ഇൻഫർമേഷൻ ഈ ടേബിളിൽ കാണാൻ സാധിക്കും. ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി കോഡ്, രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, മൂന്നാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാലാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ, അഞ്ചാമത്തെ കോളത്തിൽ സാലറി, ആറാമത്തെ കോളത്തിൽ ഇമെയിൽ ID, ഏഴാമത്തെ കോളത്തിൽ ഫോൺ നമ്പർ. ഇനി ഇതേ വർക്ക്ബുക്കിലെ രണ്ടാമത്തെ വർക്ക്ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എംപ്ലോയി കോഡുകൾ കൊടുത്തിരിക്കുന്ന കാണാം. ഇനി ഈ ഓരോ എംപ്ലോയി കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ഫോൺ നമ്പർ എന്നിവ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റിൽ നിന്ന് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് XNC5 എന്ന എംപ്ലോയി കോഡുള്ള ആളുടെ പേരാണ്. XNC5 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, സാലറി, മെയിൽ ID, ഫോൺ നമ്പർ. XNC5 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്താനായിട്ട് ഈക്വൽ VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സെർച്ച് കീ. നമുക്കിവിടെ സെർച്ച് ചെയ്യേണ്ടത് XNC5 എന്ന എംപ്ലോയി കോഡാണ്. XNC5 എന്ന എംപ്ലോയി കോഡ് കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. XNC5 എന്ന എംപ്ലോയി കോഡ് ഏത് ടേബിളിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ടേബിളിൻ്റെ അഡ്രസ്സാണ് റേഞ്ച്. ഈ കോഡ് സെർച്ച് ചെയ്യേണ്ടുന്ന ടേബിൾ ഉള്ളത് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റിലാണ്. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഈ ടേബിൾ സെലക്ട് ചെയ്യുക, അതായത് ഡേറ്റ കൊടുത്തിട്ടുള്ള ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇനി ഈ സെൽ റെഫറൻസുകളെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 നോക്കുക. സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ട കാണാം, കോമ. VLOOKUP ഫംഗ്ഷനിലെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ്. എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എംപ്ലോയിയുടെ പേരുള്ളത് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ്. സോ 2 ആണ് ഇൻഡെക്സ്. 2, കോമ. നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഇസ് സോർട്ടഡ്. എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, XNC5 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേര് നമുക്കിവിടെ കിട്ടി. ഇനി ഇതേ ഫോമുലയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ഫോൺ നമ്പർ എന്നിവ കണ്ടെത്താൻ സാധിക്കും. ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ഈ ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലാണ്. സോ XNC5 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്താനായിട്ട് ഈ ഫോമുല ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്. ഈ സെല്ലിൽ പേസ്റ്റ് ചെയ്യുന്നു. ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2 പകരം 3 എന്ന വാല്യൂ ഉപയോഗിക്കുക, എൻ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. ടെക്നിക്കൽ. അടുത്തത് നമുക്ക് വേണ്ടത് സാലറിയും ഫോൺ നമ്പറുമാണ്. സാലറി ഉള്ളത് ഈ ടേബിളിലെ 5ാമത്തെ കോളത്തിലും ഫോൺ നമ്പർ ഉള്ളത് ടേബിളിലെ 7ാമത്തെ കോളത്തിലുമാണ്. ഫോമുല വീണ്ടും കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സാലറിക്ക് വേണ്ടി ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 5, അടുത്തത് ഫോൺ നമ്പർ, ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2 പകരം 7, എൻ്റർ. സാലറി 36,000, ഫോൺ നമ്പർ 3480. ഇനി ഈ കാണുന്ന കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ഫോൺ നമ്പർ എന്നിവ കണ്ടെത്താനായിട്ട് ഈ സെല്ലുകളിലെ ഫോമുലകൾ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. XNC55, എംപ്ലോയിയുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി, ഫോൺ നമ്പർ. ഒരു വർക്ക്ബുക്കിലെ 2 വർക്ക്ഷീറ്റുകൾക്കിടയിൽ VLOOKUP ഫോമുല അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ കണ്ടു.
എന്നാൽ ഒരു വർക്ക് ബുക്കിൽ നിന്ന് മറ്റൊരു വർക്ക് ബുക്കിലേക്ക് VLOOKUP ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഗൂഗിൾ ഷീറ്റ് ഡോക്യുമെൻറ്റിൽ നിന്ന് മറ്റൊരു ഗൂഗിൾ ഷീറ്റ് ഡോക്യുമെൻറ്റിലേക്ക് VLOOKUP ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഫോമുലയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.